നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളിലൂടെ ലഭിക്കുന്ന പെൻഷനുകളും കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, എല്ലാവരും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക. സെപ്റ്റംബർ 30 വരെയാണ് അവസാന തീയതി. അതിനുള്ളിൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പക്ഷം പെൻഷൻ സെപ്റ്റംബറിന് ശേഷം മുടങ്ങുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കിടപ്പ് രോഗികൾ, വളരെ പ്രായമായവർ, ഗുരുതര ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ, ഇവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല. അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധികൾ നേരിട്ട് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും. ഇതിനുള്ള സർവീസ് ചാർജ് 50 രൂപയാണെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതുപോലെ അവിടെ നേരിട്ട് പോയി ചെയ്യാൻ 30 രൂപയും. പക്ഷേ ഇവർ ട്രാവലിംഗ് ചാർജ് പോലുള്ള കാര്യങ്ങൾ ഈടാക്കാനും സാധ്യതയുണ്ട്. വയോധികരിൽ പലർക്കും വിരലടയാളം വ്യക്തമായി ലഭിക്കാറില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഐറിസ് സ്കാനർ ഉപയോഗിച്ച് കണ്ണിന്റെ സ്കാനർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സർക്കാർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ വിരലടയാളം വരാത്തവർക്കൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. ഇനി സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഇതിനോടകം തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും നിരവധി പേർ ബാക്കിയുണ്ട്. അതുകൊണ്ട് സമയപരിധി സെപ്റ്റംബർ 30 വരെയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം. നിലവിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 66 ലക്ഷത്തിലധികം പേർ വിവിധ ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കളാണ്. അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ 51 ലക്ഷത്തിലധികം പേരാണ്. ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നവർ 14 ലക്ഷത്തിലധികം പേരുണ്ട്. ഇത്രയും വലിയ വിഭാഗത്തിന് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഏറ്റെടുക്കുന്നത്. പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം 3000 രൂപ പെൻഷൻ ആവുമോ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നിലവിൽ 2000 രൂപയാണ്. 3000 രൂപ ആകുമോ എന്നുള്ളതാണ്. ഭാവിയിൽ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സർക്കാർ മുൻപ് സൂചന നൽകിയിരുന്നെങ്കിലും ഇതുവരെ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔദ്യോഗിക ഉത്തരവ് ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്തായാലും 3000 രൂപയാക്കുമെന്ന് ഉറപ്പിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ചില അനർഹരും ഇപ്പോഴും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നുണ്ട്. ഉദാഹരണത്തിന് വരുമാന പരിധി മറച്ചുവെക്കൽ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താതിരിക്കുക, മറ്റ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ വീണ്ടും പെൻഷൻ വാങ്ങുക. അതുപോലെ ഇത്തരത്തിലുള്ള പരാതികളാണ് സർക്കാർ പരിശോധിക്കുന്നത്. അതിനാലാണ് വാർഷിക മസ്റ്ററിംഗ് കൂടുതൽ പ്രാധാന്യം ആർജിക്കുന്നത്. നിലവിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം നിർദ്ദിഷ്ട പരിധിയേക്കാൾ കൂടുതൽ കുടുംബ വരുമാനമുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, നിശ്ചിത പരിധിയേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുള്ളവർ, മറ്റ് സർക്കാർ പെൻഷൻ വാങ്ങുന്നവർ, മാനദണ്ഡങ്ങളിൽ പെടാത്ത മറ്റ് വിഭാഗങ്ങൾ, ഇവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. അതിനാൽ തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ വാങ്ങുന്നവർ പിന്നീട് തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാറുണ്ട്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 3-ന് ശേഷവും തുക ലഭിക്കാത്തവർ ദയവായി പഞ്ചായത്ത് ഓഫീസുമായി സമീപിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിലാണ് പ്രശ്നം, ബാങ്ക് അക്കൗണ്ടുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇനി മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇനി വൈകിക്കരുത്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നടപടികൾ പൂർത്തിയാക്കുക. പുതിയ മാനദണ്ഡങ്ങൾ എന്തായിരിക്കും, അതിൽ കാർ, AC കാര്യങ്ങളെല്ലാം ഉൾപ്പെടുമോ, അതുപോലെ വീടിന്റെ സ്ക്വയർ ഫീറ്റിന്റെ കാര്യങ്ങൾ എല്ലാം എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് ഇനി മസ്റ്ററിങ്ങിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അറിയാൻ സാധിക്കുക. അതുവരെ ഇപ്പോൾ ഔദ്യോഗികമായി പല ചാനലുകളും 3000 രൂപ പെൻഷൻ ആക്കി എന്ന് പറഞ്ഞ് വാർത്തകൾ ഇടുന്നുണ്ട്. അത് വിശ്വസിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി എല്ലാവരും മസ്റ്ററിംഗ് പ്രധാനമായും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഭാവിയിൽ ഇതിനെക്കുറിച്ചുള്ള പുതിയ മാനദണ്ഡങ്ങൾ വരുന്ന മുറയ്ക്ക് പിന്നീടായിരിക്കും 3000 രൂപയുടെ ഔദ്യോഗിക വിശദീകരണം വരിക. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.